നമുക്കറിയാം, അംഗൻവാടിയിൽ നിന്നും THR സേവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായും 2-way ഓതന്റിക്കേഷന് വിധേയമാവണം. എന്താണ് 2-way ഓതന്റിക്കേഷൻ എന്നും അതിൽ എത്ര തരമുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായി കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇത്തരത്തിൽ തുടർന്നങ്ങോട്ടുള്ള എല്ലാ മാസങ്ങളിലും മുടക്കം വരാതെ THR സ്വീകരിക്കണമെങ്കിൽ ഈ പറയുന്ന എല്ലാ ഗുണഭോക്താക്കളും KYCയും ഫേസ് ഓതന്റിക്കേഷനും പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് കൃത്യമായി ഇത്തരത്തിലുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പോഷൻ ട്രാക്കറിൽ നിലവിൽ സാഹചര്യം ഉണ്ടായിരുന്നില്ല. തുടക്ക സമയങ്ങളിൽ KYC പൂർത്തിയാക്കിയവരെ നമുക്ക് ഡബിൾ ടിക്കോട് കൂടി മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഫേസ് ഓതന്റിക്കേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞ ഒരു ഗുണഭോക്താവിനെ തിരിച്ചറിയാൻ നമുക്ക് ടീച്ചേഴ്സിന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ അപ്ഡേഷനോടുകൂടി ആ സാഹചര്യം കൂടെ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ഗുണഭോക്താക്കൾ THR വാങ്ങുന്നുണ്ട്, അതിൽ എത്ര ഗുണഭോക്താക്കളുടെ KYC കംപ്ലീറ്റഡ് ആയി, അതിൽ എത്ര ഗുണഭോക്താക്കളുടെ ഫേസ് ഓതന്റിക്കേഷൻ പൂർത്തിയാക്കി എന്നുള്ളത് ടീച്ചറുടെ പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം, 2 രീതിയിലാണ് നമ്മൾ ഗുണഭോക്താക്കളുടെ 2-way ഓതന്റിക്കേഷൻ പൂർത്തിയാക്കുന്നത്. ഒന്ന്, നമ്മളെ ടീച്ചറുടെ പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി ടീച്ചർ തന്നെ നേരിട്ട് ഗുണഭോക്താവിൻ്റെ KYCയും ഫേസ് ഓതന്റിക്കേഷൻ ചെയ്യുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള രൂപം നമ്മൾ കഴിഞ്ഞ സെഷനിൽ വിവരിച്ചിട്ടുള്ളതാണ്. അത് ചെയ്യാത്തവരും അറിയാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്യുക. അതേപോലെ തന്നെ ബെനിഫിഷ്യറിക്ക്, അതായത് THR സ്വീകരിക്കുന്ന ഗുണഭോക്താവിന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് തന്നെ KYCയും ഫേസ് ഓതന്റിക്കേഷനും പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. അതിന് ബെനിഫിഷ്യറി ലോഗിൻ ആണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അതും എങ്ങനെയാണ് ഒരു ബെനിഫിഷ്യറി ഇത്തരത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് അവർക്ക് സ്വന്തമായി KYCയും ഫേസ് ഓതന്റിക്കേഷനും ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു സെഷൻ നമ്മൾ ഈ ചാനലിൽ വിവരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അത് കൃത്യമായി നിങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ടീച്ചർ തന്നെ നേരിട്ട് പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി 2-way ഓതന്റിക്കേഷൻ പൂർത്തിയാക്കുക. നിലവിൽ വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഗുണഭോക്താവ് ഫേസ് ഓതന്റിക്കേഷനും KYCയും പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവരൊരു സ്ക്രീൻഷോട്ടാണ് നമ്മൾക്ക് അയച്ചു തരിക. അതിൽ കൃത്യമായി KYC കംപ്ലീറ്റഡ് ആണെങ്കിൽ കംപ്ലീറ്റ് KYC എന്നുള്ളത് മാറി KYC കംപ്ലീറ്റഡ് എന്നുള്ളൊരു ഗ്രീൻ മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ഫോട്ടോ ക്യാപ്ചർ ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വെരിഫൈഡ് എന്ന് ഫോട്ടോയ്ക്ക് താഴെ കാണാനും കഴിയും. ആ ഫോട്ടോയെ നമുക്ക് കൃത്യമായിട്ട് കാണും. അതാണ് നമുക്ക് നമ്മളെ ഗുണഭോക്താക്കളെ സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു തരാറുള്ളത്. അതിൽ നിന്നാണ് ടീച്ചർ മനസ്സിലാക്കുക, ഈ ഗുണഭോക്താക്കളുടെ ഫേസ് ഓതന്റിക്കേഷൻ KYCയും കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് ടീച്ചർ മനസ്സിലാക്കുന്നത് ആ സ്ക്രീൻഷോട്ട് പ്രകാരമാണ്. അപ്പോഴും നമ്മളുടെ പോഷൻ ട്രാക്കറിനകത്ത് ഈ സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമ്മളെ ടീച്ചറും അതേപോലെ തന്നെ സാധാരണ ടീച്ചറുടെ ലോഗിൻ, അംഗൻവാടി വർക്കർ ലോഗിനിലൂടെ കയറുന്ന സമയം ഡെയിലി ട്രാക്കിങ്ങിലേക്ക് പോയി അവിടെ നിന്ന് THR ക്ലിക്ക് ചെയ്ത് അതിൽ ഏത് ഗുണഭോക്താവിനാണോ 2-way ഓതന്റിക്കേഷൻ പൂർത്തിയാക്കേണ്ടത്, ആ ഗർഭിണിയാണെങ്കിൽ ഗർഭിണി, അല്ലെങ്കിൽ 683 ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഗർഭിണിയുടെ നേരെ പേരിന് നേരെ കാണുന്ന THR എന്ന് കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയം അവിടെ KYCയും ഫോട്ടോ ക്യാപ്ചറിങ്ങും പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു THR എന്നുള്ള ഭാഗം ആഷ് കളറിലേക്ക് മാറും. അവിടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള രൂപത്തിലേക്കും കാണുക. പിറ്റേ ദിവസം നോക്കുമ്പോഴും അതേ രൂപത്തിലായിരിക്കും. അതായത് ഈ മാസം അവസാനിക്കുന്നത് വരെയും ആ ഒരു ആഷ് കളർ ആയതുകൊണ്ട് തന്നെ ടീച്ചർക്ക് കൃത്യമായി ഈ വെരിഫിക്കേഷൻ പൂർത്തിയായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് അടുത്ത മാസങ്ങളിലാണ് ആ ഗുണഭോക്താവ് വെരിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് ആ ഫോട്ടോയും വെരിഫൈഡ് എന്ന് കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നിലവിൽ അതെല്ലാം മാറി ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് തന്നെ, അതായത് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്നും അല്ലെങ്കിൽ നാളെ 24 മണിക്കൂറിനകം തന്നെ നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് തന്നെ 2-way ഓതന്റിക്കേഷൻ പൂർത്തിയാക്കിയ ആ ഗുണഭോക്താവിൻ്റെ ഒരു സിഗ്നൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ടീച്ചർ മനസ്സിലാക്കുക എന്നുള്ളത് തുടർന്ന് കാണുക. നമ്മളൊരു 2-way ഓതന്റിക്കേഷൻ പൂർത്തിയാക്കിയ ഒരു ഗർഭിണിയുടെ പ്രൊഫൈലിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് ടീച്ചർ ആദ്യം ബെനിഫിഷ്യറി ടാബ് ക്ലിക്ക് ചെയ്യുക. ആ ബെനിഫിഷ്യറി ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഗുണഭോക്താക്കളുടെയും ഓരോ ടാബുകൾ കാണും. ഗർഭിണികളെ, മുലയൂട്ടുന്ന അമ്മമാര് 0-6, 6-3, 3-6 ഈ ഗർഭിണികളുടെ മുഴുവൻ ബെനിഫിഷ്യറി ടാബ് കാണും. നമ്മളിപ്പോൾ ഗർഭിണിയുടെ പ്രൊഫൈലിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഗർഭിണി എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് വരും. എത്ര ഗർഭിണികൾ നമ്മൾക്ക് ഉണ്ട് എന്നുള്ളൊരു ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ആ സാഹചര്യത്തിൽ നമ്മൾ ഗർഭിണിയുടെ ഒരു പേരിന് നേരെ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആ ഗർഭിണിയുടെ ടാബിന് നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഗർഭിണിയുടെ പേരും
അതേപോലെ തന്നെ ലാസ്റ്റ് അപ്ഡേറ്റ് ഡേറ്റ് ആണ്. ഈ ലാസ്റ്റ് അപ്ഡേറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അവർ പ്രൊഫൈലിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ആണ് ഇവിടെ കാണാൻ സാധിക്കുക. അല്ലെങ്കിൽ ഫേസ് ഓതന്റിക്കേഷൻ പൂർത്തിയാക്കിയ ഡേറ്റ് അല്ല, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ അവരുടെ മൊബൈൽ നമ്പർ കാണും, അവിടെ ഡബിൾ ടിക്ക് കാണും, അതായത് മൊബൈൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഡബിൾ ടിക്ക്. ഒപ്പം തന്നെ ആധാറിന്റെ ഭാഗത്ത് ഡബിൾ ടിക്ക് കാണും, അതും ആധാർ വെരിഫൈഡ് ആണ് എന്നുള്ളതാണ് അവിടെ ഡബിൾ ടിക്ക് കാണിക്കുന്നത്. ഒപ്പം കാണുന്ന eKYC അവിടെ ഡബിൾ ടിക്ക് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. eKYC നിലവിൽ നമുക്ക് നേരത്തെ തന്നെ കാണാൻ പറ്റുമായിരുന്നു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഗുണഭോക്താവിന്റെ eKYC വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് ടീച്ചർക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം ഈ ഭാഗത്ത് നിന്ന് ഫേസ് വെരിഫിക്കേഷൻ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്തും ഡബിൾ ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ടീച്ചർക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഗുണഭോക്താവിന്റെ ഫേസ് ഓതന്റിക്കേഷനും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2 ഓതന്റിക്കേഷനും ഈ ഗുണഭോക്താവിന്റെ പൂർത്തിയായി, eKYCയും പൂർത്തിയായിട്ടുണ്ട്, ഫേസ് ഓതന്റിക്കേഷനും പൂർത്തിയായിട്ടുണ്ട്. ഇനി തൊട്ട് താഴെയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ എന്തൊക്കെയാണ് വിവരങ്ങൾ എന്നുള്ളത്. ഇതെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്തോറും ഇതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഫേസ് വെരിഫിക്കേഷൻ നേരെ കാണുന്ന റീക്യാപ്ചർ ഫേസ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാണുന്നുണ്ടോ? അതായത് ഒരു തവണ ഫേസ് ഓതന്റിക്കേഷൻ പൂർത്തിയാക്കിയവരുടെ അത് ക്ലിയർ അല്ല, ഒന്നുകൂടെ എടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ റീക്യാപ്ചർ ഫേസിലോട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ആ ക്യാമറ ഒന്ന് ഓണായി വരും. ആ ഭാഗത്ത് നിന്ന് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഒന്നുകൂടെ എടുത്ത് സേവ് ചെയ്യാൻ സാധിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു തവണ ഫേസ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ റീക്യാപ്ചറിലോട്ട് പോയി പുതിയ ഫോട്ടോ എടുക്കണ്ട എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. കാരണം ഒരു തവണ ഫേസ് ഓതന്റിക്കേഷൻ പൂർത്തിയാക്കാൻ തന്നെ നമ്മൾ കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ അറിയാം. അത് സെർവറുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയത് കൊണ്ട് എല്ലാവരും ഒരേ സമയം ചെയ്യുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു തവണ സേവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ടീച്ചർമാർ വീണ്ടും ഒരു അറ്റംപ്റ്റ് തയ്യാറാവാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു തവണ ഫേസ് വെരിഫിക്കേഷൻ അവിടെ ക്ലിയർ ആണ്, ടീച്ചർമാരെ വീണ്ടും അടുത്ത മാസങ്ങളിൽ ഫോട്ടോ എടുക്കുന്ന സമയം നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ തന്നെ പതിഞ്ഞ ആൾ തന്നെ വെരിഫൈ വന്നു കഴിഞ്ഞാൽ അവിടെ പൂർത്തിയാക്കാൻ സാധിക്കും. അതുകൊണ്ട് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് പല ടീച്ചേഴ്സിനും ഒരു സംശയം, എല്ലാ മാസങ്ങളിലും ഫോട്ടോ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ടോ, eKYC എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, ഇത് വൺ ടൈം പ്രോസസ്സാണ്. ഒരു തവണ മാത്രമാണ് ഈ ഗുണഭോക്താവിൻ്റെ eKYC പൂർത്തിയാക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ ഫേസ് ഓതന്റിക്കേഷനും വൺ ടൈമാണ്. പക്ഷേ ഫേസ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ മാസങ്ങളിലും തുടർന്ന് എടുക്കണം എന്നുള്ളതാണ്. അതായത് ഈ 2 പ്രോസസ്സും ഒരു തവണ പൂർത്തിയാക്കി കഴിഞ്ഞാൽ THRന്റെ പേജിലോട്ട് എത്തും. ആ ഭാഗത്ത് നിന്ന് 7 ദിവസമാണോ 15 ദിവസമാണോ 25 ദിവസമാണോ എത്ര ദിവസങ്ങളിലാണ് ഇവർക്ക് THR കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുത്ത് അവസാനിപ്പിക്കുന്നു. തുടർന്ന് അടുത്ത മാസം എത്തുന്ന സമയം ഇതേ രീതിയിൽ തന്നെ, അതായത് ഗുണഭോക്താവിൻ്റെ ഡെയിലി ട്രാക്കിങ്ങിൽ പോയി THR ക്ലിക്ക് ചെയ്ത് ഗുണഭോക്താവിനെ സെലക്ട് ചെയ്ത് THRലേക്ക് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വീണ്ടും നേരെ എത്തുന്നത് eKYC ഇല്ല, ഫേസ് ഓതന്റിക്കേഷൻ ഇല്ല, നേരെ എത്തുന്നത് 7 ദിവസമാണോ 15 ദിവസമാണോ 25 ദിവസമാണോ എന്നുള്ള പേജിലോട്ടാണ് എത്താൻ സാധിക്കുക. ആ ഭാഗത്ത് നിന്ന് നിങ്ങൾ നേരിട്ട് 25 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ താഴെ നിങ്ങൾക്ക് ആ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കാണും. അവിടെ വെരിഫൈഡ് എന്ന് കാണും. അതിനുശേഷം പ്രൊസീഡ് വിത്തൗട്ട് എന്ന് കാണും, ഫേസ് ഓതന്റിക്കേഷൻ വിത്ത്, അങ്ങനെ 2 ഓപ്ഷൻ കാണിക്കും. പ്രൊസീഡ് വിത്ത് എന്ന് കാണും, പ്രൊസീഡ് വിത്തൗട്ട് എന്ന് കാണും. പ്രൊസീഡ് വിത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഒന്നുകൂടെ എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. പ്രൊസീഡ് വിത്തൗട്ട് എന്ന് പറയുന്നത് ഫോട്ടോ താൽക്കാലികമായി എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ വിത്തൗട്ട് സ്കിപ്പ് എന്നുള്ള ഓപ്ഷനാണത്, അത് കൊടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. മനസ്സിലാക്കുക, ഇത് വെരിഫിക്കേഷനാണ്. എല്ലാ മാസങ്ങളിലും ഫോട്ടോ വെരിഫിക്കേഷൻ നിർബന്ധമായിട്ട് വരും. eKYC ഒരു തവണ മാത്രം ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായി അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു.